ഇടപ്പള്ളി മണ്ണോത്തി ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടറും മോണിറ്ററിംഗ് സമിതിയും സമർപ്പിച്ച റിപ്പോർട്ടും ഇന്ന് കോടതി പരിശോധിക്കും. ഇന്ന് വരെ അവിടെ ടോൾ പിരിവ് നടത്തരുത് എന്ന് കഴിഞ്ഞ ദിവസവും കോടതി അത് ഉത്തരവിട്ടിരുന്നു. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിവെക്കണമെന്ന്, ടോൾ പിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇതുവരെ സ്വീകരിച്ച നിലപാട്. അപ്പോൾ ഇന്ന് എന്തായിരിക്കും ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കാനിരിക്കുന്നത്? പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് കൂടെ പരിശോധിക്കുമ്പോൾ എന്ന് അറിയേണ്ടതുണ്ട്. എം ഉമേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഉമേഷ്, ഇന്ന് എടുക്കാൻ പോകുന്ന നിലപാട് ഏത് തരത്തിലായിരിക്കും? കാരണം ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് അവിടെ ടോൾ പിരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ നിന്നൊക്കെ ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് എന്ന് മനസ്സിലാക്കുന്നു. വിനിഷ, ഈ ഹർജി ഓരോ തവണ പരിഗണിക്കുമ്പോഴും ഈ ടോൾ പിരിവിനുള്ള അനുമതി അത് തേടുകയാണ് ദേശീയപാത അതോറിറ്റി. ടോൾ പിരിക്കാനുള്ള അനുമതി നൽകണം, റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും ഈ ദേശീയപാത അതോറിറ്റി പറഞ്ഞെങ്കിലും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ജില്ലാ കളക്ടർ മോണിറ്ററിംഗ് സമിതിയൊക്കെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് റോഡിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്ന് ഹർജിക്കാരും വാദിക്കുകയുണ്ടായി. അതുകൊണ്ട് ഓരോ തവണ ഹർജി പരിഗണിക്കുമ്പോഴും ഈ ടോൾ പിരിവിനുള്ള വിലക്ക് അത് കോടതി നീട്ടുകയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ആ ടോൾ പിരിവിനുള്ള അനുമതി പുനഃസ്ഥാപിക്കണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടതാണ് ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും. പക്ഷേ ഇന്നലെയും റോഡ് ഗതാഗതം പൂർണ്ണമായും അത് ഗതാഗതയോഗ്യമാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹർജിക്കാർ അവരുടെ വാദത്തിൽ ഉറച്ചു നിന്നത്. ആ സാഹചര്യത്തിൽ ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കാം. അതുവരെ ഈ ടോൾ പിരിവിനുള്ള വിലക്ക് നീട്ടുകയാണ് എന്ന് ഇന്നലെ കോടതി പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ജില്ലാ കളക്ടറുടെയും മോണിറ്ററിംഗ് സമിതിയുടെയൊക്കെ റിപ്പോർട്ടാണ് കോടതി വിശദമായി പരിശോധിക്കുക. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയോ, ഹർജിക്കാർ പറയുന്നത് പോലെ ഇപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ട് പരിശോധിച്ചായിരിക്കും കോടതി ഒരു തീരുമാനം എടുക്കുക. ഏതായാലും ഇതിലൊരു അന്തിമ തീർപ്പ് തിങ്കളാഴ്ചയാണ് ഉണ്ടാവുക എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മാത്രമേ അന്തിമ ഉത്തരവ് പറയുകയുള്ളൂ. പക്ഷേ ആ തിങ്കളാഴ്ച വരെ, ഇനിയും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട്, ഈ സമയത്ത് ടോൾ പിരിക്കാനുള്ള അനുമതി താൽക്കാലികമായെങ്കിലും പുനഃസ്ഥാപിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. മൂന്നാമത്തെ ഇനമായി ഈ കേസ് കോടതി കേൾക്കും. ഒരുപക്ഷെ 11 മണിക്ക് മുൻപായി തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം, ഈ 3 ദിവസത്തേക്ക് എന്താണ് നടപടി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. വിനീഷ, ശരി, ഏതായാലും ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുള്ള നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്കും കാത്തിരിക്കാം.